പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇപ്രകാരം നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ചേർന്ന് ഇരുന്ന് തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല സാവകാശത്തിനും മഹാകരുണകൾക്കുമായി ദൈവത്തെ സ്തുതിക്കാം. ഇത് പീഡാനുഭവ വാരമാണല്ലോ. കർത്താവ് യേശു മിശിഹായുടെ പീഠാസഹനങ്ങളെ ധ്യാനിക്കുവാൻ പ്രത്യേകാൽ വേർതിരിക്കപ്പെട്ട ഒരു ആഴ്ച. നാം കർത്താവിൻ്റെ പീഠാസഹനങ്ങളിൽ പങ്കുചേരുവാൻ നമ്മളെ തന്നെ ഒരുക്കുകയും പങ്കുചേരുകയും ചെയ്യുന്ന വേർതിരിക്കപ്പെട്ട ഒരാഴ്ച. ഈ ആഴ്ചയിൽ നമ്മുടെ ജീവിതത്തെ കർത്താവ് യേശു മിശിഹായുടെ പീഠാസഹനങ്ങളോട് ചേർത്ത് വെച്ച് നാം ചില രൂപപ്പെടുത്തലുകളിലൂടെ കടത്തിവിടേണ്ടതായിട്ട് ഉണ്ട്. ഓർക്കുക, പാപത്തിൽ നശിച്ച് മരണത്തിന് അധീനരായി നരകാവകാശികളായി തീർന്നിരുന്ന മാനവകുലത്തെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നരകത്തിൽ നിന്നും നാശത്തിൽ നിന്നും ഉദ്ധരിക്കുവാൻ പിതാവാം ദൈവത്തിൻ്റെ വലിയ സ്നേഹം മുഖാന്തിരം തൻ്റെ ഏകജാതനായ പുത്രനെ പാപിക്ക് പകരം മരിക്കുവാൻ പിതാവാം ദൈവം നമുക്ക് നൽകി എന്നുള്ളതാണ് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ പരമോന്നതി എന്ന് പറയുന്നത്. തിരിച്ചറിയുക, ദൈവസ്നേഹം അത്രത്തോളം ഡീപ്പാണ്, അത്രത്തോളം ആഴമേറിയതാണ്. ആ ദൈവസ്നേഹം നാം അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന നാളുകളാകുന്നു ഇത് എന്ന് പ്രത്യേകം നമുക്ക് ഓർക്കാം. അപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ പീഡാനുഭവ വാരവുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികളെ നമ്മളൊന്ന് കാണുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുതാത്തതുമായ ചില സംഗതികളും, എന്നാൽ മറ്റു ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായ ചില സംഗതികളും കൂടെ ചേർത്ത് വച്ച് ഒരു സന്ദേശം ഇന്ന് പങ്കിടണമെന്ന് പ്രത്യാശിക്കുകയാണ്. നോക്കുക, കർത്താവിന് 12 അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. 12 പേരെയും കർത്താവ് ഒരേപോലെയാണ് കണ്ടത്. 12 പേരെയും തൻ്റെ വീര്യപ്രവൃത്തികൾക്ക് അവിടുന്ന് സാക്ഷിയാക്കി. 12 പേർക്കും പരിശുദ്ധാത്മദാനങ്ങൾ കൊടുക്കുകയും അവരിലൂടെ ആത്മാക്കളെ നേടുകയും അവരിലേക്ക് കൃപകളും സൗഖ്യങ്ങളും വർഷിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എല്ലാവരെയും കർത്താവ് ഒരേപോലെ ചേർത്ത് നിർത്തിയവനാണ്. എന്നാൽ ആ കൂട്ടത്തിൽ ഒരാൾ, ഇസ്കറിയോത്ത യൂദ, ധനമോഹിയായി തീർന്നിട്ട് വെറും 30 വെള്ളിക്കാശിന് തൻ്റെ പരിശുദ്ധനായ ഗുരുവിനെ ഒറ്റുകൊടുക്കുന്നതായ ഒരു രംഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ ഈ ഇസ്കറിയോത്ത യൂദ പോയി യഹൂദ മത നേതാക്കന്മാരും ശാസ്ത്രി പരീശന്മാരുമായി ഒരു ബാർഗെയിനിങ് നടത്തുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. യേശു മിശിഹായെ ഒറ്റുകൊടുക്കാനുള്ള പണത്തിനു വേണ്ടി അവരുമായി വാദിച്ച് കരാർ ഒപ്പിടുകയാണ്. നോക്കണം പ്രിയപ്പെട്ടവരെ, വഞ്ചകനായ യൂദ, ദ്രവ്യാഗ്രഹിയായ യൂദ, വിശ്വസിക്കാൻ കൊള്ളാത്ത യൂദ, നീതികേട് പ്രവർത്തിക്കുന്ന യൂദ, ഒറ്റിക്കൊടുക്കുന്ന യൂദ. ഇന്ന് ഈ പീഡാനുഭവവാര ധ്യാനത്തിൽ നമ്മൾ വരുമ്പോൾ നമ്മളോട് ഒരു ചോദ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നുണ്ട്. നിൻ്റെ ഉള്ളിൽ ഒരു ഇസ്കറിയോത്ത യൂദ ഉണ്ടോ? ഇല്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടോ? നീ നിൻ്റെ ക്രൈസ്തവ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ആവോളം അറിഞ്ഞ വ്യക്തിയാണ്, ആഴത്തിൽ അറിഞ്ഞ വ്യക്തിയാണ്. ദൈവപരിപാലനവും ദൈവ നടത്തിപ്പും ദൈവകൃപകളും ആവോളം ആസ്വദിച്ച വ്യക്തിയാണ്. എന്നാൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിനക്ക് ഇസ്കറിയോത്ത യൂദായുടെ മനോഭാവം നിന്നിൽ രൂപപ്പെട്ടിട്ടുണ്ടോ? നീ എപ്പോഴെങ്കിലും നിൻ്റെ ഗുരുവിനെ ഒറ്റുകൊടുക്കാനോ വിൽക്കാനോ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനൊരു ചിന്ത ഇപ്പോൾ നിന്നിൽ ഇല്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഈ ചോദ്യങ്ങൾ നമ്മളെ ഉലച്ചു കളയുന്ന ചോദ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. നാം പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പരിശുദ്ധനായ ഗുരുവിനെ ഒറ്റുകൊടുക്കുന്നവരാണ്, അല്ലെങ്കിൽ വിറ്റ് കളയുന്നവരാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. സാക്ഷ്യമില്ലാത്ത ജീവിതം നയിക്കുന്നവർ യേശുവിനെ വീണ്ടും മരണത്തിനേൽപ്പിക്കുകയാണ്. ക്രിസ്ത്യാനി എന്ന പേരും പേറി വിശുദ്ധ ജീവിതത്തിന് വിളിക്കപ്പെട്ടവരെന്ന നിലയിൽ ആയിരിക്കുമ്പോൾ തന്നെ പാപത്തിന് ജീവിതം പണയപ്പെടുത്തുകയും എല്ലാവിധ വഞ്ചനകളും പ്രവർത്തിക്കുകയും എല്ലാവിധത്തിലുള്ളതായ കുടില ബുദ്ധിയും ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും കള്ളപ്രമാണങ്ങൾ ഉണ്ടാക്കുകയും കൈക്കൂലി വാങ്ങുകയും മദ്യപാനം ചെയ്യുകയും വ്യഭിചാര ബന്ധങ്ങളിൽ ഏർപ്പെടുകയും അരുതാത്ത പാപശീലങ്ങളും ചിന്തകളും വെച്ച് പുലർത്തുകയും നിരന്തരം കലഹമുണ്ടാക്കുകയും മറ്റുള്ളവരുടെ മുതൽ അപഹരിക്കുകയും കള്ളക്കേസുകൾ കൊടുക്കുകയും നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ വാസ്തവമായും നമ്മുടെ ഉള്ളിലെ ഇസ്കറിയോത്ത യൂദയാണ് അത് ചെയ്യുന്നത് എന്ന് മറക്കരുത്.
ഈ പീഡാനുഭവ വാരത്തിൽ ഒരു കാര്യം ഉറപ്പിക്കണം, നമ്മുടെ ഉള്ളിൽ ഒരു ഇസ്കറിയോത്ത യൂദ ഇല്ല എന്ന്. അവൻ്റെ മനോഭാവവും അവൻ്റെ ചിന്തകളും നമ്മളെ ഭരിക്കുന്നില്ല എന്ന്. അവനല്ല ഇപ്പോൾ എന്നെ ഭരിക്കുകയും നയിക്കുകയും ചെയ്യുന്നത് എന്ന്. അങ്ങനെ ഉറപ്പുവരുത്താൻ ഈ ആഴ്ച നമുക്ക് ഒരു ധ്യാനം ഉണ്ടായേ മതിയാകും. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. എവിടെയെങ്കിലും ഞാൻ എൻ്റെ കർത്താവിനെ ഒറ്റുകൊടുത്തിട്ടുണ്ടോ? എവിടെയെങ്കിലും ഞാൻ എൻ്റെ കർത്താവിനെ വിറ്റുകളഞ്ഞിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിലെ സാക്ഷ്യങ്ങൾ അതിന് ചേരാത്തതായി നിന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ തിരുത്തപ്പെടേണ്ടതല്ലയോ? എൻ്റെ കർത്താവിന് കൊള്ളരുതാത്തവനായി ഞാൻ തീർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മാറേണ്ടതല്ലയോ? അങ്ങനെ ഒരു ധ്യാനം ആരംഭത്തിൽ നമുക്ക് ധ്യാനിക്കാം. രണ്ടാമതായി മറ്റൊരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട്. ശുദ്ധമുള്ള മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 31 മുതലുള്ള തിരുവചനങ്ങൾ. തിരുവത്താഴം നടക്കുന്ന രാത്രി യേശുമശിഹ ശിഷ്യന്മാരോട് പറയുകയാണ്, ഏറ്റവും വൈകാതെ ഇടയൻ വെട്ടപ്പെടും, ആടുകൾ ചിതറിപ്പോകും, ഞാനോ പിടിക്കപ്പെടും. അപ്പോൾ അത് പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, ഈ രാത്രി നിങ്ങളെല്ലാവരും എങ്കൽ ഇടറും, നിങ്ങൾ എന്നെ തള്ളിപ്പറയും. അപ്പോൾ ശിമോൻ പത്രോസ് ഒരു നിലപാടെടുക്കുന്നുണ്ട്. അവൻ പറയുന്നത് അഹങ്കാരത്തിൻ്റെ വർത്തമാനമാണ്. അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, ആരൊക്കെ ഇടറിയാലും ആരൊക്കെ തള്ളി പറഞ്ഞാലും ഞാൻ അങ്ങനെ ചെയ്യില്ല, ഞാൻ ഒരിക്കലും അത്തരക്കാരനല്ല. പ്രിയപ്പെട്ടവരെ, ഇത് സ്വയം പ്രശംസയാണ്. എനിക്ക് തെറ്റ് പറ്റുകയില്ല, എനിക്ക് വീഴ്ച പറ്റുകയില്ല, എനിക്ക് തകർച്ച പറ്റുകയില്ല, ഞാൻ മുഴുവനും ശരിയാണ്, കംപ്ലീറ്റ് പെർഫെക്റ്റാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് എനിക്കിങ്ങനെ ഒരു അബദ്ധം സംഭവിക്കില്ല എന്ന് അട്ടഹസിച്ച് പറയുന്നത്. ഇത് നിങ്ങളെല്ലാവരും ഇടറുമെന്ന് പറഞ്ഞത് ഗുരുനാഥനാണ്. ഉള്ളങ്ങൾ അറിയുന്നവനും നാളെകളിൽ എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് വ്യക്തമായി ബോധ്യമുള്ളവനുമാണ് പറയുന്നത്. ദൈവത്തോടാണ് തർക്കിക്കുന്നത്. എനിക്ക് തെറ്റ് പറ്റുകയില്ല. മനുഷ്യനോട് തർക്കിച്ചാൽ അത് മനസ്സിലാകും. എന്നാൽ ദൈവത്തെ പോലും ഇവിടെ അപ്പോസ്തലനായ പത്രോസ് ചോദ്യം ചെയ്യുകയാണ്. നോക്ക് ഗുരു, എനിക്ക് തെറ്റ് പറ്റുകയില്ല, ഞാൻ ഇടറുന്ന പ്രശ്നം ഇല്ല. ഇന്ന് നമ്മളിൽ പലരും ഇതുപോലെ ദൈവസന്നിധിയിൽ ഇങ്ങനെയുള്ള നിലപാടുകൾ എടുക്കുന്നവരാണ്. സ്വയം പ്രശംസിക്കുന്നവരും സ്വന്തം കഴിവിനെ വലുതെന്ന് എണ്ണുന്നവരും ദൈവത്തേക്കാൾ ഞാൻ ശക്തനാണെന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നവരും, പച്ചമലയാളത്തിൽ പറഞ്ഞാൽ തികഞ്ഞ അഹങ്കാരികളാണ് നമ്മിൽ പലരും. നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും തെറ്റ് പറ്റിയിട്ടില്ല, ഇനി പറ്റാനും പോകുന്നില്ല എന്ന്. അത് അബദ്ധമാണ് പ്രിയപ്പെട്ടവരെ. എത്ര ബലവാനായ മനുഷ്യനായിരുന്നാലും അബദ്ധങ്ങൾ പറ്റാം. ഇതുപോലെയുള്ള ആത്മപ്രശംസയും അതിന് കാരണമാകുന്ന അഹങ്കാരവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഓർക്കുക, ഇപ്രകാരം നിലപാടെടുത്ത ശിമോൻ പത്രോസിൻ്റെ കാഴ്ചപ്പാട് നമുക്കും ഉണ്ട്. അത് കാമ്യമല്ല എന്ന് ഈ ആഴ്ചയിൽ ദൈവാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഓർക്കുക, നീ ആർജവത്വത്തോടെ പറഞ്ഞു ഞാൻ കർത്താവിനെ തള്ളിപ്പറയില്ല എന്ന്. എന്നാൽ ജീവിതത്തിൽ എത്ര വട്ടം ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. മനസ്സുകൊണ്ട് കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ടില്ലേ? ചില സാഹചര്യങ്ങളിൽ കർത്താവിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ലേ? ചില സാഹചര്യങ്ങളിൽ ദൈവത്തിന് അതിനുള്ള കഴിവില്ല എന്ന് തോന്നിയിട്ടില്ലേ? ദൈവം അത് ചെയ്യാൻ ശക്തനല്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനൊരു ദൈവമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് ഉള്ളിൽ ചിന്തിച്ചിട്ടില്ലേ? ഉണ്ടെങ്കിൽ ഓർക്കുക, ആത്മപ്രശംസകനായ പത്രോസിന് പറ്റിയ അബദ്ധം തന്നെയാണ് നമുക്കും പറ്റിയിരിക്കുന്നത്. ഓർക്കുക, അത്തരക്കാരാകരുത് നമ്മളിൽ അങ്ങനെ ഒരാളില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. മൂന്നാമത്, വീണ്ടും നമ്മൾ ചില ആളുകളെ ഈ ആഴ്ചയിൽ ചേർത്ത് വെച്ച് ചിന്തിച്ചാൽ, മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 26-ാം അധ്യായത്തിലെ 40-41 തിരുവചനങ്ങളിൽ എത്തുമ്പോൾ ഗെത്സമനിയിലേക്ക് കർത്താവ് തൻ്റെ പ്രിയ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് നാം കാണുന്നത്. അവിടെ ചെന്നിട്ട് കർത്താവ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഒരു വെളിപ്പാടകലെ കല്ലേറ് ദൂരം മുന്നോട്ട് പോയി കർത്താവ് കമിഴ്ന്ന് വീണ് നെഞ്ചുകീറി രക്തം വിയർത്ത് പ്രാർത്ഥിക്കുകയാണ് രാത്രി. നാളെ താൻ അനുഭവിപ്പാനിരിക്കുന്ന പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവാം ദൈവത്തോട് സംവദിച്ച് ശക്തി പ്രാപിക്കുകയാണ്. അവൻ പരവേശിതനാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ മടങ്ങി വന്നപ്പോൾ ഇത്രയും സംഘർഷം നിറഞ്ഞ സാഹചര്യം നിലനിൽക്കുമ്പോഴും അവർ ഉറങ്ങുകയായിരുന്നു. ഓർക്കുക, ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ, ഏറ്റവും സങ്കീർണമായ സാഹചര്യങ്ങളിൽ, ഏറ്റവും ഉണർന്നിരിക്കേണ്ട സാഹചര്യങ്ങളിൽ, ഏറ്റവും ജാഗ്രതയോടെ നിലപാടുകൾ എടുക്കേണ്ട
ജീവിതത്തിൽ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങനെയൊക്കെ ആയിപ്പോയിട്ടുണ്ട്. ഉണരേണ്ട സമയത്ത് ഉണരാതെ ഉറങ്ങുന്ന അവസ്ഥ, ജാഗ്രതപ്പെടേണ്ട സമയത്ത് ജാഗ്രതപ്പെടാതെ ഉറങ്ങുന്ന അവസ്ഥ, അപകടം മുമ്പിൽ പതിയിരിക്കുന്നതും അപകടം മുന്നിൽ നൃത്തം ചെയ്യുന്നതും മനസ്സിലാക്കാതെയുള്ള മൗഢ്യത നിറഞ്ഞ ഉറക്കം. നമ്മിൽ അനേകരുടെ ജീവിതത്തിൽ ഈ മൗഢ്യത ഇന്ന് ആളിക്കത്തുന്നുണ്ട്. ഇങ്ങനെയല്ല നമ്മളാകേണ്ടത്. ഇത് തന്നെ മുൻപും സംഭവിച്ചിട്ടുണ്ട്. താബോർ മലയുടെ മുകളിൽ മശിഹ ശിഷ്യന്മാരോടുകൂടെ കയറിപ്പോയി. അവരവിടെ ആയിരിക്കുമ്പോൾ സ്വർഗം വെളിപ്പെട്ടു. മോശയും ഏലിയായും കർത്താവിനോട് സംസാരിച്ചു. കർത്താവ് തേജസ്കരണം പ്രാപിച്ചു. ഈ സമയത്ത് പത്രോസും അവൻ്റെ സഖികളും ഉറങ്ങുകയായിരുന്നു. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് ഉറങ്ങുന്നത് വലിയ നഷ്ടമാണ്. അതൊരു പക്ഷേ നമുക്ക് കിട്ടേണ്ടതായ കൃപകളും മഹത്വങ്ങളും നിഷേധിച്ചേക്കാം. അതുമല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ പ്രാണനും ജീവനും തന്നെ അത് ആയിത്തീർന്നേക്കാം. അതുകൊണ്ട് നമ്മൾ ജാഗ്രതപ്പെടേണ്ട സമയമാണ്, ഉറങ്ങേണ്ട സമയമല്ല. ഈ ലോകം, നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നമ്മളോട് ഉണർച്ച ആവശ്യപ്പെടുകയാണ്. കർത്താവ് യേശു മിശിഹായുടെ പുനരാഗമനത്തിന് സംഭവിക്കുമെന്ന് കർത്താവ് സാക്ഷ്യപ്പെടുത്തിയ സംഗതികളെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കുമ്പോൾ, അവിടെ ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകുമ്പോൾ, പ്രിയപ്പെട്ടവരെ യുദ്ധങ്ങളും യുദ്ധകോലാഹലങ്ങളും കേൾക്കുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം, ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമാകുന്നു എന്ന്. വൈകാതെ അത് സംഭവിക്കും എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമി ഇളകി ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ആ നിലകളിൽ ഈ ഭൂമിയെ എത്തിച്ചതിൽ മനുഷ്യന് കുറേ ഉത്തരവാദിത്വങ്ങളുണ്ട്. ഈ ചുറ്റുപാടുകളൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയണം, നമ്മൾ ജാഗ്രതപ്പെടേണ്ട സമയമാണ്, ഉണരേണ്ട സമയമാണ്. ഇനി താമസിച്ചു കൂടാ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോഴും ഈ ലോകത്തിൻ്റെ പാപസുഖങ്ങളെ ആസ്വദിച്ച് പാപത്തിൻ്റെ പുതപ്പും പുതച്ച് എല്ലാം മറന്നിരുന്ന് ആനന്ദമായി ഉറങ്ങുകയാണെങ്കിൽ അപകടമാണ് എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് വിളിച്ചുണർത്തുകയാണ്. നാലാമത് ഒരാളെ നമ്മൾ ഈ ആഴ്ചയിൽ ധ്യാനത്തിന് വേർതിരിച്ചാൽ, യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലെത്തുമ്പോൾ ക്ഷിപ്രകോപിയായ ഒരു മനുഷ്യനെ കാണുവാൻ സാധിക്കും. യാതൊരു ആത്മസംയമനവുമില്ലാത്ത ഒരു മനുഷ്യനെ, വേഗത്തിൽ പ്രതികരിക്കുന്ന ഒരാളെ. അത് മറ്റാരുമല്ല, അപ്പോസ്തലനായ പത്രോസാണ്. യേശുക്രിസ്തുവിനെ പിടിക്കുവാൻ വന്ന പടയാളികളിൽ ഒരുവൻ്റെ കഴുത്ത് നോക്കിയാണ് പത്രോസ് വാളെടുത്ത് വെട്ടിയത്. നോക്കണം, സ്നേഹത്തെക്കുറിച്ച്, സഹനത്തെക്കുറിച്ച്, സമാധാനത്തെക്കുറിച്ച്, ശാന്തതയെക്കുറിച്ച് ഒക്കെ പഠിപ്പിച്ച ഗുരുവിൻ്റെ ശിഷ്യനാണ്. ആ ശിഷ്യൻ ഇപ്പോൾ ഒരു തീവ്രവാദിയെപ്പോലെ പെരുമാറുകയാണ്. തൻ്റെ ഗുരുവിനെ രക്ഷിക്കുവാൻ അവൻ വാളെടുക്കുകയാണ്. സത്യത്തിൽ പത്രോസ് ആ വാൾ ഓങ്ങിയതും വെട്ടിയതും ഈ മൽക്കോസ് എന്ന് പേരുള്ള പടയാളിയുടെ കഴുത്തിന് നേരെയാണ്. പക്ഷേ വാൾ പ്രയോഗത്തിൽ അവൻ മിടുക്കനല്ലാത്തത് കൊണ്ട് അത് കാതിൽ തട്ടി അവൻ്റെ കാത് മുറിഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഉടനെ അവനോട് പറയുന്നുണ്ട്, വാളുറയിലിടുക, നീ വാളെടുക്കരുത്, വാളെടുത്തവൻ വാളാൽ എന്നാണ് പ്രയോഗം. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തോടൊന്ന് ചേർത്ത് വെച്ച്, നമ്മൾ പലപ്പോഴും ക്ഷിപ്രകോപികളാണ്. ആലോചന കൂടാതെ വാക്കുകൾ പ്രയോഗിക്കുന്നവരും ആലോചന കൂടാതെ പ്രവർത്തിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും വന്നിട്ടുണ്ട്. ഒരുപാട് മിത്രങ്ങൾ ശത്രുക്കളായി മാറിയിട്ടുണ്ട്. ഒരുപാട് വേണ്ടപ്പെട്ടവരെ നമ്മിൽ നിന്ന് നാം അകറ്റിയിട്ടുണ്ട്. ക്ഷിപ്രകോപത്തിൽ നിന്ന് ഉടലെടുക്കുന്ന വാക്കുകളും നിലപാടുകളും പ്രവൃത്തികളും വീണ്ടു വിചാരമില്ലാത്ത നിലപാടുകളും പ്രവൃത്തികളുമാണ്. വിവേകമില്ലാത്ത വിചാരങ്ങളും പ്രവൃത്തികളുമാണ്. അങ്ങനെ ഒരു മനുഷ്യൻ നമ്മുടെ ഉള്ളിൽ ഒളിച്ചിരിപ്പില്ലേ പ്രിയപ്പെട്ടവരെ? കോപം വന്നാൽ പരിസരം മറന്ന് അട്ടഹസിക്കുന്നവർ, കോപം വന്നാൽ ആരെന്ന് നോക്കാതെ ആരെയും ചീത്ത വിളിക്കും, കോപം വന്നാൽ ഏതറ്റം വരെയും പോയി ആളുകളെ കുറ്റപ്പെടുത്തി അപമാനിച്ച് വലിച്ചു കീറി ഒട്ടിക്കുന്നവർ. ഒന്നോർത്ത് നോക്കണം, ഈ നിലപാട് നമ്മിലുണ്ടെങ്കിൽ അക്ഷിപ്രകോപിയായ പത്രോസിൻ്റെ ചിന്താഗതി നമ്മിലുണ്ട്. അവിടെ നാം പരാജയപ്പെടുമെന്ന് ഓർത്തുകൊള്ളുക. ഇതൊരു ദൈവ പൈതലിന് കാമ്യമല്ല, ദൈവ പൈതലിന് ചേർന്നതല്ല. ഈ പീഡാസഹനങ്ങളുടെ ആഴ്ചയിൽ കർത്താവുമായി ബന്ധപ്പെട്ട് നിന്ന അപ്പോസ്തലന്മാരുടെ ജീവിതവുമായി ചേർത്ത് വെച്ചാണ് നമ്മളിത് ധ്യാനിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ക്ഷിപ്രകോപിയായൊരു പത്രോസ് ഇരിപ്പുണ്ടോ? കുടുംബ ബന്ധങ്ങളിൽ എന്തുമാത്രം ഉലച്ചിലുകളാണ് പ്രിയപ്പെട്ടവരെ ആലോചന കൂടാത്ത വാക്കുകളും പ്രവൃത്തികളും മൂലമുണ്ടായത്.
ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ വിവേകമില്ലാത്ത വാക്കുകൾ ഉണ്ടാക്കിയ മുറിവുകൾ ഉണങ്ങാതെ കിടപ്പുണ്ടല്ലോ. വളരെ നാളുകൾ കഴിഞ്ഞിട്ടും ഉള്ളിൽ ഈ തികട്ടി വരുന്ന ഓർമ്മകൾ, എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, എന്നെ അങ്ങനെ ആക്ഷേപിച്ചല്ലോ, എന്നെ അങ്ങനെ കുറ്റപ്പെടുത്തിയല്ലോ, എന്നെ അങ്ങനെ നിന്ദിച്ചല്ലോ. ഇത് ഭാര്യയ്ക്കും ഭർത്താവിനുമുണ്ട്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ആത്മനിയന്ത്രണം കൈവിട്ട് ഉച്ചരിക്കുന്ന വാക്കുകൾ ഓരോന്നും ഒന്നുകിൽ മക്കളുടെ നെഞ്ചിനകത്ത് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ നെഞ്ചിനകത്ത് തീ കോരിയിടുന്നുണ്ട്. മരണം വരെ അവർക്കൊരു പക്ഷേ അത് മറക്കാനായില്ലെന്ന് വരാം. എടുത്തുചാട്ടം അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വിനയാണ് പ്രിയപ്പെട്ടവരെ. തിരുത്തപ്പെടേണ്ടതുണ്ട് എന്ന് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 60-ാമത്തെ വാക്യവും മർക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 57-ാമത്തെ തിരുവചനവും ചേർത്ത് വയ്ക്കുമ്പോൾ യേശുമശിഹായെ കുറ്റം ചുമത്തുവാൻ കള്ളസാക്ഷികൾ പലരെ കൊണ്ടുവന്നിട്ടും അതൊന്നും വിലപ്പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ പ്രത്യേകാൽ 2 കള്ളസാക്ഷികളെ അവതരിപ്പിക്കുന്നതായി കാണുന്നു. യേശുവിനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞ 2 പേർ. അവൻ ദൈവാലയത്തെ പൊളിച്ചു കളയുമെന്ന് ഞങ്ങൾ കേട്ടു, അവൻ അങ്ങനെ പറയുന്നത് ഞങ്ങൾ നേരിൽ കണ്ടതാണ് കേട്ടതാണ് എന്നൊക്കെ കോടതിയിൽ പറയുവാൻ തീരുമാനിച്ച് വന്ന പണം വാങ്ങി കള്ളസാക്ഷികളായി തീർന്ന 2 പേർ. ദൈവമക്കളെ, ഒരു ചോദ്യം, നമ്മുടെയൊക്കെ ഉള്ളിൽ ഇതുപോലെ കള്ളസാക്ഷികൾ ഒളിച്ചിരിപ്പില്ലേ? ലാഭം കിട്ടുമെന്ന് തോന്നിയാൽ ഏത് കാണാത്തതും കണ്ടു എന്ന് പറയാൻ, കണ്ടത് കണ്ടില്ല എന്ന് പറയാൻ, നിലപാടുകൾ അവസരത്തിനനുസരിച്ച് മാറ്റി പിടിക്കാൻ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു അവസരവാദിയായ കള്ളസാക്ഷിയില്ലേ? ഉണ്ടോ എന്ന് പരിശോധിക്കണം. യേശുവിനെ കുരിശിപ്പാൻ ഏൽപ്പിക്കാൻ ഈ 2 കള്ളസാക്ഷികളുടെ സാക്ഷ്യം വലിയ മുഖാന്തിരമായി തീർന്നു. സത്യത്തിൽ അവർ അറിഞ്ഞിട്ട് പോലുമില്ലാത്ത കാര്യം അവർ ആരോപിക്കുകയായിരുന്നു. എന്തിനായിരുന്നു അത്? അവർക്ക് കുറേ പണം കിട്ടിക്കാണും. ജീവിതത്തിൽ എന്തെങ്കിലും ലാഭങ്ങളോ നേട്ടങ്ങളോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ദൈവത്തിനെതിരെയോ സഹജീവികൾക്കെതിരെയോ കള്ളസാക്ഷി പറയുന്ന കള്ളനാണയങ്ങളായി നമ്മൾ മാറരുത്. നമ്മുടെ ഉള്ളിലൊരു കള്ളസാക്ഷി ഉണ്ടെങ്കിൽ തിരുത്തപ്പെടണം. അത് ഈ നാളിൽ സംഭവിക്കേണ്ടതാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും ഇത്രയും പേരെ എണ്ണിപ്പറഞ്ഞത് അവരുടെ സ്വഭാവം നമ്മിൽ ഉണ്ടാകരുത് എന്നാണ്. ഇനി ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളെ ചേർത്ത് വയ്ക്കുകയാണ്. മർക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 58 മുതലുള്ള തിരുവചനങ്ങൾ പഠിക്കുമ്പോൾ മുഖത്ത് തുപ്പിയിട്ടും കരണത്ത് അടിച്ചിട്ടും താടിമീശകൾ വലിച്ച് പറിച്ചെടുത്തിട്ടും തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കിയിട്ടും നിരന്തരം കുറ്റപ്പെടുത്തിയിട്ടും ഒരുപാട് വട്ടം ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ, ഒരു വികാരപ്രകടനത്തിനും അടിമപ്പെടാതെ, ഒട്ടും കോപിക്കാതെ ശാന്തനായി മൗനമായി നിൽക്കുന്ന ഒരു യേശുവിനെ കാണാം. ഈ പീഡാസഹനങ്ങളുടെ ആഴ്ചയിൽ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ ആർജിക്കേണ്ട ജീവിത ശൈലിയാണ് ഇവിടെ പ്രകടമായി കാണുന്നത്. സംഘർഷങ്ങളുണ്ടാകാം, മുഖത്ത് തുപ്പാൻ ആളുകളുണ്ടാകാം, കരണത്തടിക്കാൻ ആളുകളുണ്ടാകാം, ആക്ഷേപശരങ്ങൾ നമുക്ക് നേരെ എയ്തു വിട്ടേക്കാം, ഒരുപക്ഷെ നമ്മളെ മുൾക്കിരീടം ധരിപ്പിച്ചേക്കാം, വസ്ത്രാക്ഷേപം ചെയ്തേക്കാം, നിരന്തരം ചോദ്യം ചെയ്ത് നമ്മെ സംഘർഷത്തിലാക്കിയേക്കാം. ആത്മസംയമനം കൈവിടാതെ ശാന്തത കൈവരിച്ച് മൗനമായിരിക്കാൻ ശീലിക്കണം. അതാണ് ഈ പീഡാസഹനത്തിൻ്റെ വാരത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പകരപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം. അങ്ങനെ ആയിത്തീരുവാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരുപാട് സംഘർഷങ്ങൾ ഒഴിവാകും, ഒരുപാട് ഏറ്റുമുട്ടലുകൾ ഒഴിവാകും, ഒരുപാട് രക്തച്ചൊരിച്ചിലുകൾ ഒഴിവാകും. നമ്മുടെ കുടുംബത്തിലോ നമ്മൾ ബന്ധപ്പെടുന്ന മേഖലകളിലോ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകാവുന്നതുമായ ഒരുപാട് പ്രതിസന്ധികൾ തീരും, മുറിവുകൾ ഉണങ്ങും, വലിയ ശാന്തത കൈവരും. മൗനം നമ്മൾ ഇതുവരെ ശീലിച്ചിട്ടില്ലാത്ത ഒരു ധ്യാനമാർഗമാണ്. മൗനമായിരിക്കുക, ഒന്നും ചിന്തിക്കണ്ട, ഒന്നും പറയണ്ട, ഒന്നും കാണണ്ട,
ഒന്നും കേൾക്കണ്ട, ഒന്നും അറിയണ്ട, ഒന്നിലും മനസ്സ് വ്യാപരിക്കേണ്ട. നിതാന്ത ശൂന്യതയിൽ മനസ്സിനെ നിശബ്ദമാക്കി വയ്ക്കുക, മൗനമാക്കുക. ധ്യാനത്തിൻ്റെ മാക്സിമം എന്നൊക്കെ പറയുന്നത് ഈ മൗനത്തിൻ്റെ ആഴത്തിൽ സ്വയം ശൂന്യവൽക്കരിക്കുക എന്നുള്ളതാണ്. ആ നിലകളിലേക്കൊന്ന് മാറാമോ? ഈ ദിവസങ്ങളിൽ അതൊന്ന് പരിശീലിക്കാൻ ശ്രമിക്കാമോ? എല്ലാ സംഘർഷങ്ങളിൽ നിന്നും വേറിട്ട് ശാന്തമായി ഒരിടത്തിരുന്ന് സ്വന്തം ശ്വാസനിശ്വാസങ്ങളിലേക്ക് മാത്രം മനസ്സിനെ കേന്ദ്രീകരിച്ച് മറ്റൊരു ചിന്തകളുമില്ലാതെ എല്ലാം വാനിഷ് ചെയ്ത് കളഞ്ഞിട്ട് ശാന്തതയിലിരിക്കാമോ? ക്രൂശിക്കപ്പെടും മുമ്പ് യേശു പഠിപ്പിച്ച ഈ ധ്യാനാത്മക അനുഭവം ഈ പീഠാനുഭവ വാരത്തിൽ നമ്മുടെ അനുഭവമായാൽ പിന്നെ നമ്മളത് പരിശീലിക്കുന്നത് അല്ലെങ്കിൽ ജീവിതത്തിൽ അനുവർത്തിക്കുന്നത് തുടർന്നാൽ ജീവിതകാലം മുഴുവൻ നിതാന്തമായൊരു ശാന്തതയും അതിൽ നിന്നുടലെടുക്കുന്ന പരമാനന്ദവും അനുഭവിപ്പാൻ നമുക്ക് കഴിയും. ഈ ആഴ്ച അങ്ങനൊരു ധ്യാനാനുഭവത്തിലേക്ക് നമുക്ക് പോകാൻ ഭാഗ്യമുണ്ടാകട്ടെ. ഒടുവിലായി ഒരു കാര്യം കൂടെ പറയട്ടെ, പോസിറ്റീവാണ്. യേശുക്രിസ്തുവിൻ്റെ ഇരുപുറവും 2 കള്ളന്മാരെ കുരിശേറ്റിയിരുന്നു. അതിലൊരു കള്ളൻ യേശുവിനെ കുരിശിൽ കിടന്നുകൊണ്ട് നിന്ദിച്ചു, പരിഹസിച്ചു. താഴെ നിൽക്കുന്ന പടയാളികളും പുരുഷാരവും ചെയ്യുന്നത് തന്നെയാണ് കുരിശിൽ സമാന ശിക്ഷ ഏറ്റുകിടക്കുന്ന ഇവനും ചെയ്യുന്നത്. അവനെപ്പോലെ അല്ല ആകേണ്ടത്. എന്നാൽ മറുവശത്ത് കിടന്ന കള്ളൻ അവനെ തിരുത്തുകയും യേശുവിൽ രക്ഷിതാവിനെ കണ്ടെത്തുകയും യേശുവിനോട് അഭയം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. യേശുവിൽ ആ കള്ളൻ കണ്ട ദർശനം രക്ഷിതാവിനെ കാണുവാനുള്ള കാഴ്ച, അവനാണ് ഏകരക്ഷകൻ എന്ന തിരിച്ചറിവ്, അവനോട് അഭയം ചൊല്ലണം ഞാൻ എന്ന ബോധം, അഭയം ചൊല്ലിയാൽ അവൻ കൈവിടില്ല എന്ന ഉറപ്പ്, അതിന്ന് നാം പ്രാപിക്കണം. പ്രിയ ദൈവമക്കളെ, ആ കള്ളൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. അവന് അനുതാപമുണ്ടായി, നമുക്ക് അനുതാപമുണ്ടാകണം. അവന് തിരിച്ചറിവുണ്ടായി, നമുക്ക് തിരിച്ചറിവുണ്ടാകണം. അവൻ സ്വയം തിരുത്തുവാൻ തയ്യാറായി, നമ്മൾ തിരുത്തപ്പെടുന്നവരാകണം. അവൻ രക്ഷിതാവിൽ അഭയം ചൊല്ലി പ്രാർത്ഥിച്ചു, നമുക്ക് അഭയം ചൊല്ലി പ്രാർത്ഥിക്കുവാനുള്ള മനസ്സുണ്ടാകണം. സത്യമായിട്ടും ആശ്രയത്വത്തിൻ്റെ ഒരു വിളി നമ്മിൽ നിന്നുണ്ടാകണം. ഈ പീഠാനുഭവ വാരം മുഴുവൻ തിരുത്തപ്പെടേണ്ട മേഖലകളെ തിരുത്തിക്കൊണ്ടും ക്രമപ്പെടുത്തേണ്ട മേഖലകളെ ക്രമപ്പെടുത്തിക്കൊണ്ടും കർത്താവ് പഠിപ്പിച്ച നിതാന്ത ധ്യാനത്തിൻ്റെ മൗനം പരിശീലിച്ചും കള്ളൻ കണ്ടെത്തിയ കർത്താവിനെ രക്ഷിതാവായി സ്വന്തം ഹൃദയത്തിൽ അംഗീകരിച്ചും നമ്മുടെ ഈ ആഴ്ചയിലെ ധ്യാനങ്ങളും പ്രാർത്ഥനകളും സമർപ്പണങ്ങളുമെല്ലാം യേശുമിശിഹായുടെ കുരിശിൻ്റെ ചുവട്ടിൽ ആയിരിക്കട്ടെ. നമുക്ക് പുതിയ മനുഷ്യരാകാം, നമുക്ക് പുതിയ ലക്ഷ്യം കൈവരിക്കാം, പുതിയ കാഴ്ചപ്പാടോടെ മുന്നേറാം. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തൃപ്പാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ചു ചാരത്തിരുത്തിയിട്ട് ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നള്ളി നിന്ന് ഈ പീഡാസഹനങ്ങളുടെ ആഴ്ചയിൽ ഞങ്ങളുടെ ജീവിതത്തെ ആഴത്തിൽ പരിശോധിപ്പാൻ അവിടുന്ന് ഒരുക്കി തന്ന മഹാഭാഗ്യത്തിനായി സ്തുതിക്കുന്നു. കർത്താവെ, ഒറ്റുകാരനായ യൂദാ ഞങ്ങളുടെ ഉള്ളിലുണ്ട്. ദൈവമേ, അഹംഭാവിയും ആത്മപ്രശംസകരുമായ പത്രോസ് ഞങ്ങളുടെ ഉള്ളിലുണ്ട്. യേശുമിശിഹാ തമ്പുരാനെ, ഉറങ്ങുന്നവരായ, മയങ്ങുന്നവരായ, ഉദാസീനരായ മനുഷ്യർ ഞങ്ങളുടെ ഉള്ളിലുണ്ട്. ദൈവമേ, ക്ഷിപ്രകോപിയായ ഒരു മനുഷ്യൻ ഞങ്ങളുടെ ഉള്ളിലുണ്ട്. കള്ളസാക്ഷിയായ ഒരു മനുഷ്യൻ ഞങ്ങളുടെ ഉള്ളിലുണ്ട്. ആക്ഷേപിക്കുന്നവരുടെ മുമ്പിൽ മൗനമായി നിന്ന കർത്താവിനെ ഞങ്ങളിപ്പോഴും വേണ്ടവണ്ണം അറിഞ്ഞിട്ടില്ല. യേശുവേ, നിന്റെ രക്ഷിതാവിനെ കണ്ടെത്തിയ ആ കള്ളൻ്റെ കാഴ്ചപ്പാട് പലപ്പോഴും ഞങ്ങൾക്ക് സ്വന്തമായിട്ടില്ല. ഞങ്ങളുടെ ജീവിതത്തെ നന്നായി തിരുത്തുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ നന്നായി ഒരുക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് ഭാഗ്യം തരുമാറാകണം. ഈ ഒരാഴ്ച ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല പരിശീലനത്തിൻ്റെ ആഴ്ചയായി മാറണം. നല്ല ദർശനങ്ങൾ പ്രാപിക്കുന്ന ആഴ്ചയായി മാറണം. ഞങ്ങൾ പുതുക്കപ്പെടുന്ന ഒരാഴ്ചയായി മാറണം. എല്ലാ മഹത്വവും കർത്താവ് എടുക്കണം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.